കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് സെഷനാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് MPH003 ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന പേപ്പറാണ്. MSc ഫിസിക്സിന്റെ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ഇതിന്റെ 2 ബ്ലോക്കുള്ള ഒരു 2 ക്രെഡിറ്റ്സ് പേപ്പറാണ്. അതായത് നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന 2 ബ്ലോക്സ് വരുന്ന ഒരു പേപ്പറാണ്. ഓക്കെ, അതാണ് അതിന്റെ ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതില് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സിലബസ് മാപ്പിംഗ്. നമ്മുടെ സിലബസ് 2 ബ്ലോക്സ് ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഏത് ബ്ലോക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളതല്ല, ഏതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അതിന്റെ കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് നോക്കുന്നുണ്ടാവുക. ദെൻ വിൽ ഗോ ഫോർ ദ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ. പിന്നെ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂട്ടത്തില് മോഡൽ ആൻസേഴ്സും അതുപോലെ മാർക്കിംഗ് സ്കീമും നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആവുന്നതായിരിക്കും. So first one is syllabus mapping by blocks, units and topics with exam relevance. സോ നമ്മൾ ബ്ലോക്ക് 1 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 1ൽ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരു ലോ പ്രിഫറൻസ് ആണ് വരുന്നത്. അതൊക്കെ ചോദിക്കാറുണ്ട്, ഇലക്ട്രിക് ഫീൽഡ്, ഗോസസ് ലോ, ലാപ്ലേസ് ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോ പ്രിഫറൻസ് വരുന്നതിന്റെ ഒരു ഇനീഷ്യൽ കാരണം എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ച ആൾക്കാർക്ക് അറിയാം, അത്ര ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ആ മെത്തേഡ് ഓഫ് ഇമേജിന്റെ മൾട്ടിപോൾ എക്സ്പാൻഷൻ ആണ് പിന്നെയും നിങ്ങൾക്ക് ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ടാവുക. അതായത് നിങ്ങൾ പഠിക്കാത്തൊരു കാര്യം പഠിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാവുക. ബാക്കിയെല്ലാം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ +2 ക്ലാസ്സിലോ അല്ലെങ്കിൽ ഡിഗ്രി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനൊരു ലോ പ്രിഫറൻസ് ആണ് വരുന്നത്. പിന്നെ ബ്ലോക്ക് 2ലേക്ക് പോകുമ്പോഴും ഇതേ ഒരു ഇത് തന്നെയാണ് വരുന്നത്. എന്താണ്, നമ്മുടെ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ ടോർക്ക്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിൽ ലോ പ്രിഫറൻസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇക്വേഷൻ. ഇവിടുത്തെ നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ഇവിടെ ലോ എന്ന് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബബിലിറ്റി എടുത്ത് നോക്കി ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മൊത്തത്തിൽ ലോ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഒരുപാട് എന്താ പറയാ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഇതിനെ 3 ബ്ലോക്ക് ആയിട്ട്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നതാണ് ബേസിക് ബ്ലോക്ക്. തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ ആ ഒരു ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, പിന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിസം. അങ്ങനെയാണ് അതിന്റെ ഒരു ആവറേജ് പാറ്റേൺ വരുന്നത്. ഇത് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാവുന്ന ഹീറ്റ് മാപ്പ് ആണ്. അതായത് ഹീറ്റ് മാപ്പ് നോക്കി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഹീറ്റ് മാപ്പ് കുറച്ചും കൂടെ വിഷ്വലി റെപ്രസെന്റിങ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അപ്പീലിംഗ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞ യൂണിറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് 1ലാണ് വരുന്നത്. അതിന്റെ റെലവൻസ് ഈ കളർ വേരി ചെയ്യുന്ന അനുസരിച്ച് അതിന്റെ റെലവൻസ് കൂടുതലാണ്, കുറവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ഹൈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്താ, ഗോസസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് കോൺഫിഗറേഷൻസ്. അത് ഈ 3 സെഷൻസിലും ഓൾമോസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഗോസസ് ലോ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് കോൺഫിഗറേഷൻ. പിന്നെ ഡയലക്ട്രിക് പോളറൈസേഷൻ ആൻഡ് ബൗണ്ട് ചാർജസ് എന്ന് പറയുന്നതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഹൈ ഈൽഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡിന്റെ കാൽക്കുലേഷനും വെക്ടർ പൊട്ടൻഷ്യലും, അതിലാണല്ലോ നമ്മുടെ ബയറ്റ്-സവാർട്സ് ലോ, ആംപിയർ സർക്യൂട്ടൽ ലോ, അതിന്റെ ഡെഫിനിഷൻ ഓഫ് വെക്ടർ പൊട്ടൻഷ്യൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, പിന്നെ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്.
ഷോർട്ട് ഡെറിവേഷൻസ് വരാറുണ്ട്, ഷോർട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് ഷോർട്ട് കൺസെപ്ഷ്യൽ നോട്ട്സ് നമുക്ക് വരുന്നുണ്ട്, ലോങ് ഡെറിവേഷൻ എസ്സേ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മോസ്റ്റ്ലി വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാം MCQ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്നും പൊതുവെ ചോദിക്കാറില്ല. കാരണം അതിനുള്ളൊരു എന്താ പറയാ സ്കോപ്പ് ഈ ഒരു പേപ്പറിനകത്തില്ല. ഷോർട്ട് ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ 5 മാർക്കിന്റെ ഒക്കെ വരുന്നത് ചെറിയ ചെറിയ കുഞ്ഞു ഡെറിവേഷൻസ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലായാലും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലായാലും അത്യാവശ്യം കുഞ്ഞു ഡെറിവേഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ആ ഒരു ഏരിയയിൽ വരാനായിട്ടുണ്ട്. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാമല്ലോ. ഇപ്പം ഗോസസ് ലോ ആയിക്കോട്ടെ, പോയ്സൺസ് ഇക്വേഷൻ ആയിക്കോട്ടെ, വയറ്റ്-സെവറ്റ്സ് ലോ ആയിക്കോട്ടെ, ഇതെല്ലാത്തിനും നമുക്ക് ഷോർട്ട് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാം. വീണ്ടും പറയുന്നു, ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ ആദ്യം തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതുമ്പോൾ തന്നെ നമുക്ക് ഇക്വേഷൻ ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലം എഴുതി ആ 5 മാർക്ക് സുഖമായിട്ട് കിട്ടിക്കൂടെ? എന്തിനാണ് നമ്മളത് കളയണത്? ആ ഒരു മാർക്ക് നമുക്ക് കളയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഷോർട്ട് കൺസെപ്ഷ്യൽ നോട്ട്സ് ഒക്കെയാണ്. അതായത് നമ്മുടെ കൺസെപ്റ്റിനെ അളക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഷോർട്ട് കൺസെപ്ഷ്യൽ നോട്ടിൽ വരുന്നുണ്ടാവുക. പിന്നെ ലോങ് ഡെറിവേഷൻ ഓർ എസ്സേ, അത് നാച്ചുറൽ നമ്മുടെ പ്രൂഫ് തന്നെയാണ്. ഒരു ഡയഗ്രാം വേണം, ടെക്നിക്ക് വേണം, കൺസിഡർ പാർട്ട് വേണം, പിന്നെ അതിന്റെ കൺക്ലൂഷൻ വേണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെയാണ് രീതിയിൽ എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ബ്ലോക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ്, പിന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ദെൻ ഇലക്ട്രോ മാഗ്നറ്റിസം. അങ്ങനെയാണ് അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും വരുന്നത്. അപ്പം അതായത് നിങ്ങളിപ്പോ ബ്ലോക്ക് എന്നുള്ള ഒരു കാര്യം തന്നെ വിട്ടോളൂ. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത് മൂന്ന് എൻറ്റിറ്റി ആയിട്ട് നിങ്ങൾ വിചാരിക്കുക. അതായത് ആദ്യം നമ്മൾ ഇലക്ട്രിസിറ്റിയെ പറ്റി പഠിക്കുന്നു, അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് കാര്യങ്ങളെ പറ്റി പഠിക്കുന്നു, പിന്നെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പഠിക്കുന്നു, പിന്നെ ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന പോർഷനിലാണ്. കാരണം അതിൽ ഒരുപാട് എന്താ പറയാ കൺസെപ്റ്റ്സ് കുറെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് ടോട്ടൽ ഷെയറിൽ നിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സിന്റെ ഏരിയ മാത്രം നിങ്ങൾ ബ്ലോക്ക് വിടൂ, ആ ഏരിയ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മോർ ദാൻ പാസ് മാർക്ക് കിട്ടും. എക്സ്ട്രാ മാർക്ക് കുറച്ചുകൂടി നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിസത്തിന്റെ ആ EM വേവ്സിന്റെ ആ പോർഷനൊക്കെ നോക്കുക. ഓൾറെഡി ലൈവ് സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. എക്സാം സ്പെഷ്യൽ ലൈവിലായാലും അല്ലാതെ നോർമൽ നിങ്ങൾക്ക് ലൈവിലായാലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇത് ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. അതായത് നമ്മളിപ്പോ നോക്കുമ്പോഴത്തേക്കും ഷോർട്ട് കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഡിക്ലൈൻ കാണുന്നുണ്ട്. പിന്നെ ഷോർട്ട് ഡെറിവേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ്, പിന്നൊരു നെഗ്ലിജിബിൾ ഡിക്ലൈൻ. അതുപോലെ തന്നെ ലോങ് ഡെറിവേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു മേജർ ഷെയർ ആയിട്ട് തന്നെ അവിടെ കീപ്പപ്പ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഒരു ഫുഡ് നോട്ട്സും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എക്സാം പ്രിപ്പറേഷൻ ടിപ്പ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എവിടെയായിരിക്കും? ലോങ് ഡെറിവേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ഡെറിവേഷൻ. ആ ഡെറിവേഷൻ പാർട്ടിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. കാരണം എന്താണ്? ഇതിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എഴുതി ഫലിപ്പിക്കേണ്ടത്. അതൊന്നും നിങ്ങൾക്ക് ചിന്തിച്ചിരിക്കാനുള്ള സമയമല്ല ഞാൻ പറയുന്നത്, എഴുതി എത്താനുള്ള സമയമാണ് പറയുന്നത്. 1.5 മണിക്കൂറിന്റെ പേപ്പറിൽ നിങ്ങൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. പിന്നെ ഒന്നാമത് നമ്മുടെ ബ്രെയിൻ, പൊതുവെ ആൾക്കാരുടെ ബ്രെയിൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കെയോസിൽ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക്ഔട്ട് ആവും കൂടെ ചെയ്യില്ല. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അപ്പൊ നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എങ്ങനെ പോയാലും ഒരു 10 to 11 minutes ഒരു ബഫർ ടൈം അല്ലെങ്കിൽ ഒരു സ്പെയർ ടൈം നിങ്ങൾ വെക്കുന്നത് നല്ലതാണ്. നമ്മൾ വളരെ കോൺഫിഡൻസോട് കൂടെ നമ്മൾ തെറ്റ് എഴുതി വെക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് തിരുത്തി എഴുതാനും ഒന്നും കൂടെ റീചെക്ക് ചെയ്യാനും നമ്മൾ എഴുതിയത് ശരിയാണോ എന്നൊരു കോൺഫിഡൻസിനൊക്കെ വേണ്ടിയിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. 36ഓളം കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നമ്മൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയാനും മനസ്സിലാക്കാനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.
ഇപ്പൊ recurring questions എന്തൊക്കെയാണ്? Gauss's law and derive the electric field for the symmetric charge distribution. Solve Laplace or Poisson's equation for the given charge density with boundary conditions. Explain dielectric polarization and compute bound charges for a polarized medium. Then determine the magnetic vector potential for a solenoid or infinite wire. Derive the electromagnetic equation from the Maxwell's equation. ഇത് മോസ്റ്റ്ലി ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാക്സ്വെൽസ് ഇക്വേഷൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഇക്വേഷൻ. പിന്നെ മെത്തേഡ് ഓഫ് ഇമേജ്, പോളാർ ആൻഡ് നോൺ പോളാർ ഡയലക്ട്രിക്സ്, ടോർക്ക് ഓൺ എ കറന്റ് ലൂപ്പ്, മാഗ്നറ്റിക് ഫീൽഡിലെ കാര്യമാണ് ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി വരുന്നത്. പിന്നെ ഫെറോ മാഗ്നറ്റിക് ഡൊമൈൻസ്, ആ മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷന്റെ അവിടെ ആ ഒരു പോർഷനിൽ വരുന്നതാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഇതിന്റെ ഒരു ആവറേജ് മാർക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നോക്കൂ, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഡെറിവേഷന് 5 to 10 മാർക്സ് നമുക്ക് ആവറേജ് കിട്ടുന്നതാണ്. അപ്പോൾ അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. മൾട്ടിപോൾ എക്സ്പാൻഷനും ഒരു വലിയ എസ്സേക്ക് കാരണക്കാരനാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ളൊരു സംഭവമാണ് അത്. അപ്പൊ അതും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത്. അതായത് ക്വസ്റ്റ്യൻസ്, ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ടോട്ടൽ ഷെയർ ആണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പൈ ചാർട്ടിന്റെ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പൈ ചാർട്ടിനേക്കാളും നിങ്ങൾക്ക് ഇത് വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രിപ്പാണ്, ഇൻഡിക്കേറ്റർ സ്ട്രിപ്പാണ്. നിങ്ങൾ മറ്റേത് റെഫർ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ പിന്നെ സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഡയഗ്രാംസ്, ലോസ്, ഡെഫിനിഷൻസ്, അങ്ങനെ എന്തായാലും വരുമെന്ന് നമുക്കൊരു ഇൻഡ്യൂഷൻ വരുന്നതും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇക്വേഷൻസ് ജസ്റ്റ് ഒരു എഴുതി ബിറ്റ് വെക്കാനല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പേപ്പറിൽ എഴുതി ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അത് എടുത്തെടുത്ത് നോക്കാം. അതുപോലെ അങ്ങനെയാണ് നിങ്ങൾക്ക് മെമ്മറൈസ് ആവുള്ളൂ. ആ പേപ്പർ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും കൂടെ ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴും ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻസ് ഒരിക്കലും മറന്നു പോവാതിരിക്കാൻ ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഗോസസ് ലോ എന്താണ് അല്ലെങ്കിൽ ബൈസെപ്സ് ലോയുടെ ഇക്വേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇത് വരണം. മീനിങ് ആ ഒരു എന്താ പറയാ ലെവൽ ഓഫ് നോളേജിലേക്ക് നിങ്ങൾ എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ. ടോപ്പിക് പ്രോബബിലിറ്റി വരുമ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഹൈ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് ബ്ലോക്ക് 1 എന്നാണ്. പിന്നെ മീഡിയം റെലവൻസ് വരുന്ന ബ്ലോക്ക് 2 എന്ന്, പിന്നെ ലോ റെലവൻസ് വരുന്നത് നമ്മുടെ അടുത്ത ബ്ലോക്കിൽ നിന്നാണ്. ഇതിന്റെ ബ്ലോക്ക് 3യുടെ ആ ഒരു എക്സ്പാൻഷനും കാര്യങ്ങളും. പക്ഷെ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതിൽ ഈ മൾട്ടിപോൾ എക്സ്പാൻഷൻ ഒക്കെ ഒരുപാട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അതുകൊണ്ട് ലോ റെലവൻസ് ആണ്, അതുകൊണ്ട് ഞാനത് പഠിക്കേണ്ട എന്നുള്ളതല്ല. ഈ മെത്തേഡ് ഓഫ് ഇമേജ്, വേവ് ഇക്വേഷൻ, മെത്തേഡ് ഓഫ് ഇമേജ്, ടോർക്കോണിക് കറന്റ് ലൂപ്പ്, ഫെറോ മാഗ്നറ്റിക് ഡൊമൈൻസ്, മൾട്ടിപോൾ എക്സ്പാൻഷൻ എന്നൊക്കെ പറയുന്നത് ലോ പ്രിഫറൻസിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിലും, അതായത് നമുക്ക് പ്രിഡിക്ഷൻ ലിസ്റ്റിൽ ലോ ആണെന്നുണ്ടെങ്കിലും എസ് എ ആയിട്ടൊക്കെ ചോദിച്ചാൽ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ടോപ്പിക്സ് ഇതിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിന്റെ ഫുഡ് നോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്, എന്തിന്റെ ബേസിലാണ്, ഇപ്പൊ നമ്മളിപ്പോ ലോ, മീഡിയം, ഹൈ റെലവൻസ് എന്നൊക്കെ പറഞ്ഞല്ലോ, അത് എന്തിന്റെ ബേസിലാണ് അത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ കാര്യമായിട്ട് നോക്കേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ബട്ട് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏതൊക്കെയാണുള്ളത്? ഗോസസ് ലോന്റെ ഡെറിവേഷൻ, ലാപ്ലേസ് ഓർ പോയ്സൺസ് ഇക്വേഷൻ, ഡയലക്ട്രിക് പോളറൈസേഷൻ, മീഡിയം പ്രോബബിലിറ്റിയിലുള്ളത് അല്ലെങ്കിൽ മീഡിയം പ്രയോറിറ്റിയിലുള്ളത് വെക്ടർ പൊട്ടൻഷ്യൽ, സോളിനോയിഡിന്റെയും വയറിന്റെയും, മാക്സ്വെൽസ് അല്ലെങ്കിൽ വേവ് ഇക്വേഷൻ, മാക്സ്വെൽസിന്റെ വേവ് ഇക്വേഷൻ, പിന്നെ മെത്തഡ് ഓഫ് ഇമേജ്, പോളാർ ആൻഡ് നോൺ പോളാർ ഡയലക്ട്രിക്സ്, ബൗണ്ട് ചാർജ്, ടോർക്ക് ഓൺ ലൂപ്പ്, ഡൊമെയിൻസ്, മൾട്ടിപോൾ എക്സ്പാൻഷൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ലോ പ്രയോറിറ്റി ലിസ്റ്റിലായിട്ടുള്ളത്. ഇനി നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1.5 മണിക്കൂറിന്റെ പേപ്പറാണ്. 25 മാർക്കാണ് അതിനുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇന്റേണൽ ആയിട്ടുള്ള ചോയ്സസ് ആണ് ഇതിനകത്തുള്ളത്. കാൽക്കുലേറ്റർ ഇതിനകത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ആൻസർ എനി 3 പാർട്സ്, ഇതിന്ന് ഏതെങ്കിലും 3 എണ്ണം ആൻസർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ ഇത്രയും ഇത് വരുന്നുണ്ട്. അതിനകത്തുനിന്ന് എനി 3 ആണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പ്രോബ്ലം ആണ്. ഒരു കോആക്സിയൽ കേബിൾ, ഇന്നർ കണ്ടക്ടർ ഓഫ് റേഡിയസ് തന്നിട്ടുണ്ട്. നമ്മുടെ ലീനിയർ ചാർജ് ഡെൻസിറ്റി -λ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് E of R കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ R less than a
ആർ ലെസ് ദാൻ ആർ ഗ്രേറ്റർ ദാൻ ബി, ആ ഒരു ബൗണ്ടറി കണ്ടീഷനിലുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അറ്റ് ആർ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ വിത്ത് ആർ ഇസ് ഈക്വൽ ടു 3 millimeter. പിന്നെ 1 dimensional സ്ലാബിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇത് ഏതാണ്? പോയ്സൺസ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ റോ സീറോന്റെ വാല്യൂ തന്നിട്ടുണ്ട്, വി ഓഫ് സീറോ 0 ആണെന്നും വി ഓഫ് എൽ 0 ആണെന്നും തന്നിട്ടുണ്ട്. അതെന്താണ്? ആ ഒരു പെർട്ടിക്കുലർ വാല്യൂവിന്റെ ബൗണ്ടറി ആണ് തന്നിരിക്കുന്നത് അല്ലെ. അത് രണ്ടും വെച്ചിട്ട് നമ്മുടെ എന്താണ് ഇ ഓഫ് എക്സ്, ഇ ഓഫ് എൽ ബൈ 2 നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി ലീനിയർ ഐസോട്രോപിക് ഡയലക്ട്രിക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോ എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഡയലക്ട്രിക് വന്നത്. ഡയലക്ട്രിക് വന്നപ്പോൾ എപ്സിലോൺ സീറോയുടെ വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണം. 8.854 into 10⁻⁻12 ആണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ കെയുടെ വാല്യൂ 1/4πε0 വാല്യൂ, അതൊക്കെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. അതൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും, സ്റ്റിൽ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഇ ആർ തന്നിട്ടുണ്ട്, റിലേറ്റിവിറ്റി ആ ഒരു ഇതില് നമുക്ക് സിഗ്മ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്, ബൗണ്ടറി കണ്ടീഷൻസ് അറ്റ് ദി ഇന്റർഫേസ് ഓഫ് എയറിൽ വെച്ചിട്ട്. പിന്നെ സോളിനോയിഡിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻസൈഡും ഔട്ട്സൈഡും. ഇത്രയും കാര്യങ്ങളാണ്. മ്യൂസിറോയുടെ വാല്യൂ 4π into 10⁻⁻7. നിങ്ങൾക്ക് അറിയാവുന്നത് മ്യൂസിറോ/4π = 10⁻⁻7 ആണ്. മ്യൂസിറോയുടെ വാല്യൂ ആയിട്ട് കൊടുക്കുമ്പോൾ 4π into 10⁻⁻7 ആണ് വരുന്നത്. പിന്നെ നമ്മുടെ മെത്തഡ് ഓഫ് ഇമേജ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. കണ്ടോ? അപ്പൊ എല്ലാം ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി സെക്കൻഡ് വണ്ണിൽ ഏതെങ്കിലും ഒന്ന്, ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന്, മാക്സ്വെൽസ് ഇക്വേഷൻ ആൻഡ് പ്ലെയിൻ വേവ് എനർജറ്റിക്സ് പാർട്ട് എന്ന് വരുന്നതാണ്. ഫ്രം ദ ഇന്റഗ്രൽ ഫോം ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഇ in a uniform source free dielectric of relative permittivity ER is equal to 2.25. For a monochromatic plane wave of amplitude E0 is equal to 120 volt per meter in this medium. Compute the phase velocity V and the time average energy U. Energy density, time average energy density തന്നിട്ടുണ്ട്. പിന്നെ if the wave propagates along the x direction with E parallel to y cap, അല്ലെങ്കിൽ ആ യൂണിറ്റ് വെക്ടർ, obtain the time average of the Poynting spectrum. Poynting spectrumന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഒരു പാർട്ട്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മൾട്ടിപോൾ എക്സ്പാൻഷനിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് എഴുതാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ആ ന്യൂട്രൽ ലോക്കലൈസ്ഡ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ടോട്ടൽ ചാർജ് 0 ആൻഡ് ഡൈപോൾ മൊമെന്റം. ഇത് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. P = P set cap എന്ന് പറയുന്നത്. പിന്നെ അതിന് അഡ്ജോയിനിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് എന്താണ്? ആ മാഗ്നിറ്റ്യൂഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ യൂണിറ്റിന് എല്ലാത്തിനും കൂടിയ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പൊ യൂണിറ്റ് 3യുടെ മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യൂണിറ്റ് നോക്കി പഠിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ എല്ലാ ക്വസ്റ്റ്യനും കിട്ടിയ 10 മാർക്ക് കിട്ടിയില്ലേ? 10 മാർക്കും പിന്നെ നമ്മുടെ ഇതിനൊരു ഇത്രയും മാർക്കും കൂടി കിട്ടിയ സുഖമായിട്ട് നിങ്ങൾക്ക് 25 മാർക്കും വേണ്ട, എന്താണ് ഒരു 15 മാർക്കെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മേക്ക് ഷുവർ 2 പാർട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പൊതുവേ വരുന്നൊരു പ്രശ്നമാണ്. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യന്റെ ഒരു പാർട്ട് അറിയാമായിരിക്കും, മറ്റു പാർട്ട് അറിയണ്ടാവില്ല. 2 പാർട്ടും അത്യാവശ്യം കുറച്ച് എന്താ പറയാ ഓർമ്മയുള്ളത് അല്ലെങ്കിൽ കുറച്ച് സ്ട്രെങ്ത് ഉള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. അതിനുശേഷം ഒരു പാർട്ട് മാത്രം അറിയുന്നത്, പൊട്ടും അറിയാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു പാർട്ട് മാത്രം അറിയുന്നത് ചെയ്യാൻ നമുക്ക് നിവർത്തിയുള്ളൂ. അത് വരുന്നത് എന്താന്ന് വെച്ചാൽ ടോപ്പിക് സ്പെസിഫൈ ചെയ്ത് പഠിക്കുമ്പോഴാണ്. യൂണിറ്റ് സ്പെസിഫൈ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നം വരില്ല. ഇത് തന്നെ നോക്കൂ, ഇത് മൊത്തത്തിൽ യൂണിറ്റ് 3 വരുന്നത്. നിങ്ങൾ മൾട്ടിപോൾ എക്സ്പാൻഷൻ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതിപ്പോ എന്താ ചെയ്യുക എന്നുള്ളൊരു ക്ലൂലെസ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ യൂണിറ്റ് 3 അല്ലെങ്കിൽ ഇത് മിക്സ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് യൂണിറ്റ് ആയിട്ടാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലൈ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് വരും. പിന്നെ മാത്രമല്ല 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ മാത്രം നിങ്ങൾ ഒരേ യൂണിറ്റിന് തന്നെ 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പൊ ഇതിനകത്ത് തന്നെ എടുത്ത് നോക്കൂ, മിക്സ്ഡ് ആയിട്ടാണ്. ഇതിലിപ്പോ യൂണിറ്റ് 9 മാത്രമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഇതിൽ പക്ഷെ മിക്സ്ഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾ ലൈവ് സെഷന്റെ റെക്കോർഡിംഗ് ക്ലാസ്സസും അതുപോലെ തന്നെ HB നല്ലപോലെ ഒന്ന് റെഫർ ചെയ്യുക. ESD ഒക്കെ ഒന്ന് നോക്കി ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. ടോട്ടൽ ഷെയർ വരുമ്പോഴത്തേക്കും ടെർമിനൽ എൻഡിലെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാനുള്ള ചാൻസസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഇതും കൂടെ നിങ്ങൾ റെഫർ ചെയ്താൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. MPH 003 എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾക്ക് പാസ് ആവാനും മോർ ദാൻ പാസബിൾ മാർക്ക് കിട്ടാനും ചാൻസ് ഉള്ള ഒരു പേപ്പറാണ്. 2 ക്രെഡിറ്റ്സ് പേപ്പറാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ രീതിയിൽ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുക.
So all the very best for this coming examination on the part of the whole LearnWise team and myself. അപ്പം നല്ലപോലെ കാം ആയിട്ട് കമ്പോസ്ഡ് ആയിട്ടിരുന്ന് എക്സാം എഴുതാനായിട്ട് നോക്കുക. സോ താങ്ക് യു, ബൈ, ടേക്ക് കെയർ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.